ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 50 സിനോണിംസ് ആണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ SSC എക്സാംസുകളിൽ ചോദിച്ചിട്ടുള്ള സിനോണിംസ്, അതുപോലെ തന്നെ NCERT SCERT ടെക്സ്റ്റുകളൊക്കെ റെഫർ ചെയ്തിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള ഒരു 50 സിനോണിംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഓരോന്ന് പറയുമ്പോഴും ഞാൻ ചെറിയ കണക്ഷൻസ് ഒക്കെ വെച്ച് മെമ്മറി ട്രിക്സ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ കേട്ട് പോവാം കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലോ. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. നോട്ടിഫിക്കേഷൻസിൽ ഓളും കൊടുക്കാൻ മറക്കണ്ട. ഓക്കെ, ആദ്യത്തെ വാക്ക് നോക്കാം. ടോയിൽ. ടോയിൽ എന്ന് പറഞ്ഞാൽ എന്താ? വർക്ക് ഹാർഡാണ്, നന്നായിട്ട് വർക്ക് ചെയ്യുക എന്നൊരു മീനിങ് ആണ് ടോയിൽ. എങ്ങനെയാണ് ആലോചിക്കുന്നത്? ടോയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ടോയ്ലറ്റ് ആലോചിക്കാം അല്ലേ. ടോയ്ലറ്റൊക്കെ നന്നായിട്ട് ക്ലീൻ ആവണമെങ്കിൽ നന്നായിട്ട് നമ്മൾ വർക്ക് ചെയ്യണം അല്ലേ. നന്നായിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ടോയ്ലറ്റ് ക്ലീൻ ആക്കണം എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അടുത്ത വാക്ക് വൊറേഷ്യസ് ആണ്. വൊറേഷ്യസ് ഇമ്പോർട്ടൻ്റ് ആണ്. വൊറേഷ്യസ് എന്ന് പറഞ്ഞാൽ ഗ്രീഡി ആണ്. ഓക്കെ, ഗ്രീഡി എന്ന് പറഞ്ഞാൽ എന്താ? അത്യാഗ്രഹം എന്നൊക്കെ പറയില്ലേ, ആ ഒരു മീനിങ് ആണ് വൊറേഷ്യസ്. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി അത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ? ഇനിയും കുറേ വേണം അല്ലേ. അപ്പോൾ അങ്ങനെ കുറേ വേണം എന്നുള്ള രീതിയിൽ ഓർക്കാം കേട്ടോ. അപ്പോൾ വൊറേഷ്യസ് ഇറ്റ് മീൻസ് ഗ്രീഡി. അപ്പോൾ പല വാക്കുകളും നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന വാക്കുകളുണ്ടാവും കേട്ടോ. അതൊക്കെ നമ്മളൊന്ന് റിവൈസ് ചെയ്യുക. വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരിക, റിവൈസ് ചെയ്യുക കേട്ടോ. അടുത്ത വാക്ക് എക്സെൻട്രിക് ആണ്. എക്സെൻട്രിക് നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ. പെക്യുലിയർ ആണ്. പെക്യുലിയർ ബിഹേവിയർ നമ്മൾ പറയില്ലേ, അവൻ ഭയങ്കര എക്സെൻട്രിക് ആണ്, ഭയങ്കര ഒരു എന്താ പറയുക, ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്, ആ ഒരു മീനിങ് ആണ് വരുന്നത് കേട്ടോ. എക്സെൻട്രിക് ഇറ്റ് മീൻസ് പെക്യുലിയർ. എക്സെൻട്രിക് ഇറ്റ് മീൻസ് പെക്യുലിയർ. അടുത്തത് ഓഗസ്റ്റ് ആണ്. ഓഗസ്റ്റ് എന്ന് പറഞ്ഞാൽ മഹനീയമായിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് ഓഗസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓഗസ്റ്റ് മാസം തന്നെ ആലോചിച്ചാൽ മതി അല്ലേ. നമ്മുടെ ഓഗസ്റ്റ് 15 നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ആണ്. അപ്പോൾ അതുമായിട്ടൊന്ന് കണക്ട് ചെയ്യാമല്ലോ. മഹനീയമായിട്ടുള്ള അല്ലെങ്കിൽ ഡിഗ്നിഫൈഡ് എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത് കേട്ടോ. ഡിഗ്നിഫൈഡ് ആണ് ഓഗസ്റ്റ്. അടുത്ത വാക്ക് നോക്കാം. ബേബി ബൂം. ബേബി ബൂം എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ ബർത്ത് റേറ്റ്. ഓക്കെ, എന്താണ് ഇൻക്രീസ് ഇൻ ബർത്ത് റേറ്റ്? ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം സിമ്പിളായിട്ട് നമുക്ക് ആലോചിക്കാം അല്ലേ. ബേബി ഭൂമിയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ എന്താ? ബൂം എന്ന് പറയുമ്പോൾ നമുക്ക് ഭൂമിയിലേക്ക് വരാമെന്ന് ആലോചിക്കാം. എന്ന് പറഞ്ഞാൽ എന്താ? ജനിക്കുക എന്നല്ലേ. അപ്പോൾ ഇൻക്രീസ് ഇൻ ബർത്ത് റേറ്റ് ആണെന്ന് ആലോചിക്കാം കേട്ടോ. കാരണം ഓപ്ഷനിൽ വേണമെങ്കിൽ ഡെത്ത് റേറ്റ് അങ്ങനെ പലതും വരാം. ഓക്കെ, അപ്പോൾ ബേബി ഭൂമിയിലേക്ക് വരാമെന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ ബർത്ത് ആണ്, ബർത്ത് റേറ്റ്. കിട്ടിയോ? അടുത്തത് പഗ്നേഷ്യസ് ആണ്. പഗ്നേഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പേറ്റീവ് ആണ്. കോമ്പേറ്റീവ് അതായത് ഫൈറ്റ് എന്നൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത് കേട്ടോ. കോമ്പേറ്റീവ് അല്ലെങ്കിൽ പഗ്നേഷ്യസ് എന്ന് പറഞ്ഞാൽ കോമ്പേറ്റീവ്. അപ്പോൾ നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് പഗ്നേഷ്യസ് എന്ന് പറയുമ്പോൾ നമുക്ക് പഗ് ആലോചിക്കാം. പഗ് പട്ടിയില്ലേ, ആ പഗ്ഗിനെ ആലോചിക്കാം കേട്ടോ. അപ്പോൾ പഗ്ഗിൻ്റെ മേത്ത് കുറേ ഇങ്ങനെ മുടിയൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അതൊക്കെ നമുക്കൊരു കോമ്പ് വെച്ചിട്ട് ഈരി കൊടുക്കാം. അങ്ങനെ നമുക്ക് കോമ്പേറ്റീവ് ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ പഗ്നേഷ്യസ് ഇറ്റ് മീൻസ് കോമ്പേറ്റീവ്. അതുപോലെ തന്നെ വീട്ടിലൊക്കെ പലരും ഈ കോമ്പ് കാണാഞ്ഞിട്ട് ഫൈറ്റ് ചെയ്യില്ലേ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കോമ്പേറ്റീവ് ഒന്ന് അതിൻ്റെ മീനിങ് ആയിട്ടൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഫൈറ്റ് ആണ് കേട്ടോ. എന്താ? കോമ്പ് കാണാഞ്ഞിട്ട് ഫൈറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കോമ്പേറ്റീവ് എന്ന് പറഞ്ഞാൽ ഫൈറ്റ്. അതുപോലെ തന്നെ കോമ്പ് വെച്ചിട്ട് നമ്മുടെ പഗ്ഗിനെ ഇരി കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ പഗ്നേഷ്യസ് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അടുത്തത് എബോറൻസ് ആണ്. എബോറൻസ് എന്ന് പറഞ്ഞാൽ ഹെയ്റ്റ്രഡ് അല്ലെങ്കിൽ ഡിസ്ഗസ്റ്റ് എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ. എബോറൻസ് അതായത് വെറുപ്പ് എന്നുള്ളൊരു മീനിങ് ആണ് എബോറൻസ്. അപ്പോൾ നമുക്ക് ആലോചിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് ബോർ എന്നുള്ള വാക്കുണ്ടല്ലോ. ബോർ അടിക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല, നമുക്ക് വെറുപ്പാണെന്ന് കണക്ട് ചെയ്യാം കേട്ടോ. സോ എബോറൻസ് ഇറ്റ് മീൻസ് ഹെയ്റ്റ്രഡ് അല്ലെങ്കിൽ ഡിസ്ഗസ്റ്റ്. ഓക്കെ, അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രോട്ടസ്ക്യൂ. വേണമെങ്കിൽ ചോദിക്കാം. സ്ട്രെയിഞ്ച് ആണ് കേട്ടോ. ഗ്രോട്ടസ്ക്യൂ എന്ന് പറഞ്ഞാൽ സ്ട്രെയിഞ്ച് ആണ്. കണക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ഗ്രോട്ടസ്ക്യൂ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, ഗോട്ട് ആലോചിക്കാം. നമ്മുടെ ആടില്ലേ, ഗോട്ട് ക്യൂവിൽ നിൽക്കുന്നത്. ഒരു ആട് ക്യൂവിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് സ്ട്രെയിഞ്ച് അല്ലേ, വിചിത്രമായിട്ടുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് കണക്ഷൻ കൊടുക്കാം. ഗ്രോട്ടസ്ക്യൂ എന്ന് പറഞ്ഞാൽ സ്ട്രെയിഞ്ച് ആണ്. ഗോട്ട് ക്യൂവിൽ നിൽക്കുന്നത് സ്ട്രെയിഞ്ച് ആണ്. ഓക്കെ, അടുത്ത വാക്ക് ഇംപെറ്റുവസ്. ഇംപെറ്റുവസ് എന്ന് പറഞ്ഞാൽ ഹാസ്റ്റൻ ആണ് കേട്ടോ. ഹാസ്റ്റൻ. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? ഭയങ്കര ധൃതി പിടിച്ച് ഭയങ്കര ഫാസ്റ്റായിട്ട് എന്നൊക്കെ ഒരു മീനിങ് ആണ് ഇംപെറ്റുവസ്. ഇംപെറ്റുവസ് എന്ന് പറയുമ്പോൾ ഒന്ന് പറഞ്ഞു നോക്കിയേ. പെട്ടുവസ് പെട്ടെന്ന് അല്ലേ, പെട്ടെന്ന് അതായത് ഫാസ്റ്റായിട്ട്. ഫാസ്റ്റ് എന്ന് പറയുന്ന പോലെ തന്നെയല്ലേ ഹാസ്റ്റൻ, ഫാസ്റ്റ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് കണക്ട് ചെയ്യാമല്ലോ. അപ്പോൾ ഇംപെറ്റുവസ് എന്ന് പറഞ്ഞാൽ ഹാസ്റ്റൻ ആണ്. അതിൻ്റെ മീനിങ് എന്താ? പെട്ടെന്ന് തന്നെ, ഫാസ്റ്റ്, ക്വിക്ക് എന്നൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത്. അടുത്ത വാക്ക് വൊക്കേഷൻ ആണ്. സ്പെല്ലിംഗ് കൂടെ നോക്കിക്കോളൂ കേട്ടോ. VOCATION. വൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒക്യുപ്പേഷൻ ആണ്. ഓക്കെ, വൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒക്യുപ്പേഷൻ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള 10 വാക്കുകൾ ഞാനൊന്ന് വേഗം പറയാം. ടോയിൽ, വർക്ക് ഹാർഡ് അല്ലേ, ടോയ്ലറ്റിൽ നിന്നിട്ട് വർക്ക് ഹാർഡ് ചെയ്യുക. പിന്നെന്താ? വൊറേഷ്യസ് എന്ന് പറഞ്ഞാൽ ഗ്രീഡിയാണ്. കുറേ വേണം കുറേ എന്നൊക്കെ പറയുന്നത് ഗ്രീഡിയാണ് അല്ലേ. എക്സെൻട്രിക് ബിഹേവിയർ അല്ലേ, പെക്യുലിയർ ബിഹേവിയർ ആണ്. ഓഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഡിഗ്നിഫൈഡ് അല്ലേ. ഇനി ബേബി ബൂം എന്ന് പറഞ്ഞാൽ എന്താ? ബേബി ഭൂമിയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ ബർത്ത് റേറ്റ് ആണ്.
പഗ്നേഷ്യസ് എന്ന് പറഞ്ഞാൽ കോമ്പേറ്റീവ് ആണ്. പഗ് കോംബോ ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യുക. അതേപോലെ തന്നെ കോമ്പേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? കോമ്പ് കിട്ടാണ്ട് ഫൈറ്റ് നടക്കുക അല്ലേ. അപ്പോൾ കോമ്പേറ്റീവ് എന്ന് പറഞ്ഞാൽ ഫൈറ്റ് ആണ്. എബോറൻസ് എന്ന് പറഞ്ഞാൽ ബോറടിക്കുന്ന കാര്യം ആലോചിക്കുക. അത് നമുക്ക് ഇഷ്ടമല്ല, വെറുപ്പാണ് അല്ലേ, ഹേറ്റഡ് ആണ്. ഗ്രോട്ടസ്ക്യൂ, ഗോട്ട് ക്യൂവിൽ നിൽക്കുന്ന കാര്യം സ്ട്രേഞ്ച് ആണ് അല്ലേ, വിചിത്രമാണ്. ഇംപെറ്റുവസ്, പെട്ടെന്ന് തന്നെ എന്താ ഹാസ്റ്റൺ ആണ് അല്ലെങ്കിൽ ഫാസ്റ്റ് എന്നൊക്കെ ഓർക്കുക. വൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒക്യുപ്പേഷൻ ആണ് കേട്ടോ. അടുത്ത വാക്ക് നോക്കാം. പ്രൊഫ്ലിഗേറ്റ് ആണ്. പ്രൊഫ്ലിഗേറ്റ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ്ഫുൾ ആണ്. ഓക്കെ, വേസ്റ്റ് ആക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് പ്രൊഫ്ലിഗേറ്റ്. ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ കുറേ ഇങ്ങനെ ഫ്ലൈസ് ഒക്കെ പോകുന്നുണ്ടെന്ന് വിചാരിക്കുക കേട്ടോ. കുറേ ഫ്ലൈസ് ഒക്കെ ഇങ്ങനെ പറക്കാമെന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പം എന്തെങ്കിലും വേസ്റ്റ് ഒക്കെ അവിടെ ഇട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് ഗേറ്റിൻ്റെ അവിടെ ഫ്ലൈസ്, അതാണ് നമ്മുടെ ഫ്ലൈ ഗേറ്റ്. അങ്ങനെ ഒന്ന് ആലോചിക്കുക കേട്ടോ. പ്രൊഫ്ലിഗേറ്റ് എന്ന് പറയുമ്പോൾ ഫ്ലൈ ഗേറ്റ് ആലോചിക്കുക. ഗേറ്റിൻ്റെ അവിടെ കുറേ ഫ്ലൈസ് ഇങ്ങനെ പറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് ഉണ്ടാവും എന്ന് ആലോചിക്കുക. അപ്പോൾ വേസ്റ്റ്ഫുൾ ആണ് അതിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത്. അടുത്ത വാക്ക് ഫിയാസ്കോ. ഫിയാസ്കോ എന്ന് പറഞ്ഞാൽ ഫെയിലിയർ ആണ് കേട്ടോ. എന്താണ്? ഫെയിലിയർ ആണ്. ഓക്കെ, അപ്പോൾ ഫിയാസ്കോ എന്നൊക്കെ പറയുമ്പോൾ ഫിയാൻസി ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്തൂടെ? ഹസ്ബൻഡ് വൈഫ്. ഇപ്പോൾ ചിലവരുടെ ലൈഫിൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് എന്നൊക്കെ പറയുന്നത് ഒരു ഫെയിലിയർ ആയിരിക്കും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ. സോ ഫിയാസ്കോ ഇറ്റ് മീൻസ് ഫെയിലിയർ. അടുത്തത് ഗോർമെറ്റ് ആണ്. ഗോർമെറ്റ് എന്ന് പറഞ്ഞാൽ ഭക്ഷണ വിദഗ്ധനാണ് കേട്ടോ. ഗോർമെറ്റ് ഗ്യാസ്ട്രോനോം എന്ന് പറയും. എന്താണ്? ഗ്യാസ്ട്രോനോം, ഭക്ഷണ വിദഗ്ധനാണ്. ഓക്കെ, ഗോർമെറ്റ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭക്ഷണ വിദഗ്ധനെ നമ്മൾ മീറ്റ് ചെയ്തു എന്നൊക്കെ വേണമെങ്കിൽ ആലോചിക്കാമല്ലോ, മെറ്റ് കേട്ടോ. അപ്പോൾ ഭക്ഷണ വിദഗ്ധനാണ് ഗോർമെറ്റ്. അതേസമയം ഗോർമെൻറ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന ഒരാളൊക്കെയാണ് കേട്ടോ ഗോർമെൻറ്. അല്ലെങ്കിൽ ഗ്ലട്ടൺ എന്നൊക്കെ പറയും. ഗ്ലട്ടൺ എന്ന് പറഞ്ഞാലും ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന ആൾ. ഓക്കെ, അപ്പോൾ ടണ്ണ് കണക്കിന് ഭക്ഷണം കഴിക്കുന്ന ആളാണ് ഗ്ലട്ടൺ എന്ന് പറയുന്നത്. അപ്പം ഗോർമെൻറ്റും ഗ്ലട്ടനും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കുകയാണെങ്കിൽ ഗ്ലട്ടൺ എന്ന് പറഞ്ഞാൽ ആർത്തി പിടിച്ച് ഭക്ഷണം കഴിക്കുന്ന ആളാണ്. അതേസമയം ഗോർമെൻറ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന ആൾ. ഗോർമെറ്റ് എന്ന് പറഞ്ഞാൽ, അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഗോർമെറ്റ് എന്ന് പറഞ്ഞാൽ ഭക്ഷണ വിദഗ്ധനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഭക്ഷണവുമായിട്ട് കണക്ട് ചെയ്യാമല്ലോ. ഭക്ഷണവും നമുക്ക് ഗ്യാസുമായിട്ടൊന്ന് കണക്ട് ചെയ്തുകൂടെ? ഭക്ഷണമൊക്കെ കുക്ക് ചെയ്യുന്നത് ഗ്യാസ് സ്റ്റൗവിലൊക്കെ വെച്ചിട്ടാണെന്ന്. അങ്ങനെ നമുക്ക് ഗ്യാസ്ട്രോനോം എന്നുള്ളതും കൂടെ ഓർത്ത് വയ്ക്കാം. സോ ഗോർമെറ്റ് ഇറ്റ് മീൻസ് ഗ്യാസ്ട്രോനോം. ഗോർമെൻറ്റിൻ്റെ ഒപ്പം തന്നെ ഗ്ലട്ടനും ഗോർമെൻറ്റും കൂടെ പഠിച്ചു വെച്ചേക്കാം കേട്ടോ. അടുത്ത വാക്ക് ഹൈപ്പർബോൾ ആണ്. ഹൈപ്പർബോൾ എന്ന് പറഞ്ഞാൽ എക്സാജറേഷൻ ആണ്. എല്ലാം കുറച്ച് കൂട്ടിക്കാണിക്കുക, ആ ഒരു മീനിങ് ആണ് എക്സാജറേറ്റ് ചെയ്യുക അല്ലേ, കുറച്ചും കൂടെ കൂട്ടിക്കാണിക്കുക. അതാണ് ഹൈപ്പർബോൾ. നമ്മൾ പറയില്ലേ ഹൈപ്പർ ആക്ടിവിറ്റി, എല്ലാം കുറച്ച് കൂടുതലായിരിക്കും ഹൈപ്പർ അല്ലേ. അപ്പോൾ എക്സാജറേഷൻ ആണ് ഹൈപ്പർബോൾ എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത വാക്ക് ബാറ്റേഡ് ആണ്. ബാറ്റേഡ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രോയിഡ് ആണ്. ഓക്കെ, നശിപ്പിക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് ബാറ്റേഡ്. അപ്പോൾ നമ്മുടെ ക്രിക്കറ്റ് ബാറ്റ് വെച്ചിട്ടൊക്കെ നമ്മൾ ചിലപ്പോൾ പലതും നശിപ്പിച്ചിട്ടുണ്ടാവും അല്ലേ. ബോളൊക്കെ വെച്ച് അടിച്ച് ഇതിൻ്റെ ചില്ലൊക്കെ ചിലപ്പോൾ നശിപ്പിച്ചിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് കണക്ട് ചെയ്യാം. ബാറ്റേഡ് ഇറ്റ് മീൻസ് ഡിസ്ട്രോയിഡ്. ബാറ്റേഡ് ഇറ്റ് മീൻസ് ഡിസ്ട്രോയിഡ്. അടുത്ത് കൊല്യൂഷനാണ്. കൊല്യൂഷൻ നിങ്ങൾക്ക് അറിയായിരിക്കും, ഒരു സീക്രട്ട് എഗ്രിമെൻ്റ് ആണ് കൊല്യൂഷൻ കേട്ടോ. കൊല്യൂഷൻ എന്താണ്? സീക്രട്ട് എഗ്രിമെൻ്റ് ആണ് കേട്ടോ. അതായത് ഗൂഢാലോചന എന്നൊക്കെ മീനിങ് ആണ്. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ കൊല്യൂഷൻ എന്ന് പറയുമ്പോണ്ടല്ലോ കൊല്ലും എന്നുള്ളൊരു ഗൂഢാലോചനയൊക്കെ നടത്തിയെന്ന് ആലോചിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം. കൊല്യൂഷൻ ഇറ്റ് മീൻസ് സീക്രട്ട് എഗ്രിമെൻറ്റ്. അടുത്തത് കേഴ്സറി. കേഴ്സറി എന്ന് പറഞ്ഞാൽ ക്വിക്കാണ്, വേഗം തന്നെ. കേഴ്സറി എന്ന് പറഞ്ഞാൽ ക്വിക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കേഴ്സറൊക്കെ ആലോചിക്കുക അല്ല, നമ്മുടെ കേഴ്സർ നമ്മുടെ ലാപ്ടോപ്പിലൊക്കെ കേഴ്സർ ഒന്ന് ആലോചിക്കുക കേട്ടോ. അപ്പോൾ അത് ഭയങ്കര ക്വിക്കായിട്ടല്ലേ നീങ്ങുന്നത്, ഭയങ്കര ഫാസ്റ്റായിട്ട് നീങ്ങില്ലേ. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. കേഴ്സറി ഇറ്റ് മീൻസ് ക്വിക്കാണ്. അടുത്തത് കൺസെൻസസ്. കൺസെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ജനറൽ എഗ്രിമെൻ്റ് ആണ് കേട്ടോ. ഒരു ജനറൽ എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ കൺസെൻസസ് എന്ന് പറയുന്നത്. ഒന്ന് ഓർത്ത് വെച്ചേക്കുക. കൺസെൻസസ് ഇറ്റ് മീൻസ് ജനറൽ എഗ്രിമെൻറ്റ്. അടുത്ത വാക്ക് കൺസീൽഡ് ആണ്. കൺസീൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? കൺസീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹിഡൻ ആണ് അല്ലേ. ഇങ്ങനെ കൺസീൽഡ് ഹീറ്റ് എന്നൊക്കെ പറയില്ലേ. അപ്പം എന്ന് പറഞ്ഞാൽ ഹിഡൻ ആണ്. അടുത്ത വാക്ക് കരിസ്മ. കരിസ്മ എന്ന് പറഞ്ഞാൽ ചാമാണ്. ചാം എന്ന് പറഞ്ഞാൽ എന്താ? ഭയങ്കര മനോഹരമായിട്ടുള്ള രമണീയമായിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് ചാം എന്ന് പറയുന്നത് കേട്ടോ. സോ കരിസ്മ ഇറ്റ് മീൻസ് ചാം. നമ്മുടെ കരീഷ്മ കപൂറിനൊക്കെ ആലോചിച്ചാൽ മതി കേട്ടോ. ഭയങ്കര ചാമിങ് ആണെന്നുള്ള രീതിയിൽ, മനോഹരമാണെന്നുള്ള രീതിയിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ പഠിച്ചിട്ടുള്ള വാക്കുകളൊന്ന് വേഗം മനസ്സിലേക്ക് കൊണ്ടുവന്നോളൂ. പ്രൊഫ്ലിഗേറ്റ്, ഫ്ലൈ ഗേറ്റ് അല്ലേ. ഫ്ലൈ ഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ വേസ്റ്റ് ഇട്ടുണ്ടാവും, അപ്പോൾ വേസ്റ്റ്ഫുൾ. ഫിയാസ്കോ എന്ന് പറഞ്ഞാൽ ഫിയാൻസി ആലോചിക്കുക, ഫെയിലിയർ ആണ്. ഗോർമെറ്റ് എന്താ? ഭക്ഷണ വിദഗ്ധനാണ് അല്ലേ. അപ്പോൾ ഗ്യാസ്ട്രോനോം, ഗ്യാസും ആയിട്ടൊന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ ഹൈപ്പർബോൾ എന്ന് പറഞ്ഞാൽ എക്സാജറേറ്റ് ചെയ്യുക, ഹൈപ്പറാണ്. ബാറ്റ് വെച്ചിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ കൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സീക്രട്ട് എഗ്രിമെൻ്റ് ആണ്. കൊല്ലും എന്നുള്ളൊരു സീക്രട്ട് എഗ്രിമെൻറ്റിലേക്കൊക്കെ എത്തിയെന്ന് ആലോചിക്കുക. കേഴ്സറി എന്ന് പറഞ്ഞാൽ ക്വിക്കാണ്, നമ്മുടെ കേഴ്സർ ആലോചിക്കുക. കൺസെൻസസ് എന്ന് പറഞ്ഞാൽ ജനറൽ എഗ്രിമെൻ്റ് ആണ്, ഒന്ന് ഓർത്ത് വയ്ക്കുക. കൺസീൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഹിഡൻ ആണ് അല്ലേ, ഒളിഞ്ഞിരിക്കുന്ന ഹിഡൻ ആണ്. കരിസ്മ എന്ന് പറഞ്ഞാൽ ചാമാണ്, കരിഷ്മ കപൂർ ഓർക്കുക. അടുത്ത വാക്ക് നോക്കാം. ലൈസെൻറ്റിയസ് എന്ന് പറഞ്ഞാൽ ഇമ്മോറലാണ്, അതായത് റൂൾസ് ഒന്നും ഒബേ ചെയ്യാണ്ട് തോന്നിയ പോലെ നടക്കുന്ന ഒരാളെയാണ് നമ്മൾ പറയുന്നത് ലൈസെൻറ്റിയസ്.
എളുപ്പത്തിൽ ആലോചിക്കാം. ലൈസെൻറ്റിയസ് എന്ന് പറയുമ്പോൾ നമുക്ക് ലൈസൻസ് അല്ലെ, ലൈസൻസ് ഇല്ലാത്ത ഒരാളെന്ന് ആലോചിക്കാം കേട്ടോ. എന്ന് പറഞ്ഞാൽ എന്താ, ഇമ്മോറലാണ് അല്ല, തോന്നിയ പോലെയൊക്കെ ആയിരിക്കും നടക്കുന്നത്. അങ്ങനെ നമുക്ക് ലൈസെൻറ്റിയസ് ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ലൈസൻസ് ഇല്ലാത്ത ആളായിട്ട് ആലോചിക്കണേ. അടുത്ത വാക്ക് വെക്സ് ആണ്. വെക്സ് എന്ന് പറഞ്ഞാൽ ഫീൽ വറീഡ് അല്ലെങ്കിൽ ഇറിറ്റേറ്റഡ് എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ. വിഷമം വരിക അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവുക എന്നൊക്കെ ഒരു മീനിങ് ആണ് വെക്സ്. ഓക്കെ, അപ്പോൾ വെക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് വിക്സ് ആലോചിക്കാം. നമുക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ വന്നാലോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വറീസൊക്കെ വന്നു കഴിഞ്ഞാൽ ഇറിറ്റേറ്റഡ് ആണെങ്കിലൊക്കെ നമ്മൾ കുറച്ച് വിക്സ് പറ്റുക എന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. സോ വെക്സ് ഇറ്റ് മീൻസ് വറീഡ് ആണ് അല്ലെങ്കിൽ ഇറിറ്റേറ്റഡ്. അടുത്ത വാക്ക് ഡിക്യാമ്പ് ആണ്. ഡിക്യാമ്പ് എന്ന് പറഞ്ഞാൽ ഫ്ലീ അല്ലെങ്കിൽ എസ്കേപ്പ് ആണ് കേട്ടോ. ഫ്ലീ എന്ന് പറഞ്ഞാൽ എന്താ, എസ്കേപ്പ് ആണെന്ന് ആലോചിക്കുക കേട്ടോ. ഫ്ലീ എന്ന് പറഞ്ഞാൽ എസ്കേപ്പ്. ഓക്കെ, ഫ്ലൈ എന്നൊക്കെ വേണമെങ്കിൽ ആലോചിച്ചോ, വേഗം അവിടെ നിന്ന് പറന്നു പോവുക, വിട്ടു പോവുക എന്നൊക്കെ ഒരു മീനിങ് ആണ് ഫ്ലീ എന്ന് പറഞ്ഞാൽ. അപ്പം നമുക്ക് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ക്യാമ്പിലൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ പോലീസ് ക്യാമ്പൊക്കെ ആണെങ്കിലും ഭയങ്കര റൂൾസും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ അവിടെ നടക്കുന്നത്, ഭയങ്കര കുറച്ച് ഹാർഷൊക്കെ ആയിരിക്കില്ലേ. അപ്പോൾ അങ്ങനെ ക്യാമ്പിനകത്തുനിന്ന് നമ്മൾ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി നോക്കും എന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഡിക്യാമ്പാണ്. അപ്പോൾ ഡിക്യാമ്പ് എന്ന് പറഞ്ഞാൽ ഫ്ലീ അല്ലെങ്കിൽ എസ്കേപ്പ് എന്നുള്ളത് ഓർക്കുക കേട്ടോ. അടുത്ത വാക്ക് ഗ്രാൻഡ്യൂർ ആണ്. ഗ്രാൻഡ്യൂർ എന്ന് പറഞ്ഞാൽ മാഗ്നിഫിസൻസ് ആണ്. മാഗ്നിഫിസൻസ് ഒക്കെ പറഞ്ഞാൽ എന്താ, ഭയങ്കര മഹനീയമായിട്ടുള്ള പ്രതാപമുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് അല്ലേ. അപ്പോൾ ഗ്രാൻഡായിട്ട്. ഓക്കെ, അപ്പോൾ ഗ്രാൻഡ്യൂർ എന്ന് പറയുമ്പോൾ ഗ്രാൻഡായിട്ടൊന്ന് ആലോചിക്കുക, മഹനീയമായ, മാഗ്നിഫിസൻസ് കേട്ടോ. അടുത്തത് എഫ്ലുവൻ്റ് ആണ്. എഫ്ലുവൻ്റ് എന്ന് പറഞ്ഞാൽ റിച്ച് ആണ് കേട്ടോ. റിച്ച്, ഭയങ്കര കാശുകാർ. ഓക്കെ, എഫ്ലുവൻ്റ് എന്ന് പറഞ്ഞാൽ റിച്ച്. അപ്പോൾ ജസ്റ്റ് കണക്ഷൻ വേണ്ടി പറയുന്നതാണ്. ഇപ്പം നല്ല ഫ്ലുവൻ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്ന ആൾക്കാർ, ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ടൊക്കെ ഇംഗ്ലീഷൊക്കെ സംസാരിച്ച് കാറിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്ന കുറേ ഹൈഫൈ ടീംസിനൊക്കെ കണ്ടാവില്ലേ, അവർ ഭയങ്കര റിച്ച് ആണെന്ന് ആലോചിക്കുക കേട്ടോ. അപ്പോൾ എഫ്ലുവൻ്റ് നമുക്കതിനകത്ത് ഫ്ലുവൻ്റ് ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ഫ്ലുവൻ്റ് ഇറ്റ് മീൻസ് റിച്ച് ആണ്. അടുത്ത വാക്ക് ഫാറ്റുവസ് ആണ്. ഫാറ്റുവസ് എന്ന് പറഞ്ഞാൽ സില്ലി എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. സില്ലി ആയിട്ട് കാണാമെന്നൊക്കെ പറയില്ലേ, ആ ഒരു മീനിങ് ആണ് ഫാറ്റുവസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ആലോചിക്കാൻ വേണ്ടിയിട്ട് ഈ ചില ആൾക്കാരുണ്ടല്ലോ, നമ്മൾ ഭയങ്കര ഫാറ്റ് ആണെന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ സില്ലി ആയിട്ട് കാണാം കേട്ടോ. അതിന് വലിയ വിലയൊന്നും കൊടുക്കേണ്ട, അതിനൊന്നും സില്ലി ആയിട്ട് കാണാം. ഓക്കെ, സോ ഫാറ്റുവസ് ഇറ്റ് മീൻസ് സില്ലി ആണ്. അടുത്ത വാക്ക് കോവനൻറ്റ്. കോവനൻറ്റ് എന്ന് പറഞ്ഞാൽ എഗ്രിമെൻ്റ് ആണ്. എന്താണ് കോവനൻറ്റ് എന്ന് പറഞ്ഞാൽ? എഗ്രിമെൻ്റ് ആണ്. അപ്പം എങ്ങനെ ആലോചിക്കുന്നത്? കോവനൻ്റ് എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് കൊവാലൻ്റ് എന്നൊക്കെ ആലോചിച്ചുകൂടാ, നമ്മുടെ കെമിസ്ട്രിയിലെ കൊവാലൻ്റ് ബോണ്ടിങ് അല്ലേ. അപ്പോൾ അതൊരു ബോണ്ടിങ് അല്ലേ, അതേപോലെ ഒരു എഗ്രിമെൻ്റ് ആണെന്ന് ആലോചിക്കുക. ഓക്കെ, സോ കോവനൻ്റ് എന്താണ്, എഗ്രിമെൻ്റ് ആണ്, ഒരു ബോണ്ടിങ് പോലെ. ഒരു ബോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു എഗ്രിമെൻറ്റ്. ഓക്കെ, അങ്ങനെ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അടുത്ത വാക്ക് ഇൻസിപ്പിഡ് ആണ്. പലതും നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന വാക്കുകളുണ്ടാവും, നമുക്കത് വീണ്ടും റിവൈസ് ചെയ്യാം, സെറ്റാക്കാം കേട്ടോ. കാരണം എക്സാമിന് ഇനി ഇതേപോലത്തുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വാക്ക് നോക്കാം. ഇൻസിപ്പിഡ് എന്ന് പറഞ്ഞാൽ ടേസ്റ്റ്ലെസ് ആണ് കേട്ടോ. അധികം ടേസ്റ്റ് ഇല്ലാത്ത എന്നൊക്കെ ഒരു മീനിങ് ആണ് ഇൻസിപ്പിഡ്. എങ്ങനെ ആലോചിക്കുക, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു ജ്യൂസൊക്കെ കുടിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു സിപ്പ് എടുത്തു എന്ന് വിചാരിച്ചോ, ഒറ്റ സിപ്പ് എടുത്തതെന്ന് വിചാരിച്ചോ, അപ്പോൾ നമുക്ക് അധികം ടേസ്റ്റ് കിട്ടില്ലല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് സിപ്പ് അതിനകത്തുണ്ടല്ലോ, ഇൻസിപ്പിഡ്. ഓക്കെ, ഇൻസിപ്പിഡ്, അകത്തേക്ക്, എന്നുള്ള രീതിയിൽ ആലോചിക്കുക. അകത്തേക്ക് ഒരു സിപ്പ് എടുത്തു എന്ന് പറഞ്ഞാൽ ടേസ്റ്റ്ലെസ് ആണ് കേട്ടോ, ടേസ്റ്റ് കുറവാന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക. അടുത്ത വാക്ക് മേഴ്സിനറി ആണ്. മേഴ്സിനറി എന്ന് പറഞ്ഞാൽ ലവ് ഫോർ മണി, പണത്തിനോടുള്ള ആർത്തി അല്ലെങ്കിൽ ഇഷ്ടം, അതിനൊക്കെയാണ് നമ്മൾ മേഴ്സിനറി എന്ന് പറയുന്നത്. മേഴ്സി എന്ന് പറഞ്ഞാൽ എന്താ, ദയ, അനുകമ്പ എന്നൊക്കെ ഒരു മീനിങ് അല്ലേ. മേഴ്സി നറിയും കൂടെ വന്നു കഴിയുമ്പോൾ അതിൻ്റെ മീനിങ് എന്താ, ലവ് ഫോർ മണിയാണ് കേട്ടോ, ഓർത്ത് വെച്ചേക്കണേ. അടുത്തത് മാമത്താണ്. മാമത്ത് എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ആണ്, വലിയ എന്നൊക്കെ ഒരു മീനിങ് ആണ്. അപ്പം ഈ പണ്ടത്തെ ഒരു എന്താ പറയുക, വംശനാശം സംഭവിച്ചിട്ടുള്ള ആനകളൊക്കെ ഉണ്ടല്ലോ, ആ ഒരു തരം ആനേനെയൊക്കെ നമ്മൾ മാമത്ത് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ മാമത്ത് എന്ന് പറഞ്ഞാൽ എന്താ, ഹ്യൂജ് ആണ് കേട്ടോ. അപ്പോൾ പഠിച്ചിട്ടുള്ള വാക്കുകൾ വേഗം ഒന്ന് മനസ്സിലാക്കിക്കൊണ്ടെന്നോ. ലൈസെൻറ്റിയസ് എന്ന് പറയുമ്പോൾ ലൈസൻസുമായിട്ടൊന്ന് കണക്ട് ചെയ്യുക. ലൈസൻസ് ഇല്ലാത്ത ഒരാൾ ഇമ്മോറൽ ആണ് കേട്ടോ, ഇമ്മോറൽ. ഓക്കെ, വെക്സ് എന്ന് പറഞ്ഞാൽ എന്താ, വറീഡാണ്. അപ്പോൾ വിക്സ് ഒക്കെ പറ്റുന്ന നമ്മൾ ഇത്തിരി വറീഡായിട്ട് നിൽക്കുന്ന സമയത്തൊക്കെയാണെന്ന് ആലോചിക്കുക. ഡിക്യാമ്പ് എന്ന് പറഞ്ഞാൽ ഫ്ലീ അല്ലെങ്കിൽ എസ്കേപ്പ് എന്നുള്ളൊരു മീനിങ് ആണ് അല്ലേ. ക്യാമ്പിൽ നിന്ന് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് എസ്കേപ്പ് ആവുക എന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചേക്കുക. ഗ്രാൻഡ്യൂർ എന്തായിരുന്നു, മാഗ്നിഫിസൻസ് അല്ലേ. ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷൊക്കെ പറയുന്ന റിച്ച് ആൾക്കാർ അല്ലേ, റിച്ച്. ഫാറ്റുവസ് എന്ന് പറയുമ്പോൾ സില്ലിയാണ്, ഫാറ്റാണെന്ന് പറയുമ്പോൾ സില്ലി ആയിട്ട് കാണാം. പിന്നെന്താ, കവനൻ്റ് എന്ന് പറഞ്ഞാൽ എഗ്രിമെൻ്റ് ആണ്. നമ്മുടെ കൊവാലൻ്റ് ആലോചിക്കുക, കൊവാലൻ്റ് ബോണ്ട്, ആ ബോണ്ട് പോലെ തന്നെ എഗ്രിമെൻറ്റ് കേട്ടോ. അപ്പോൾ കവനൻ്റ്, എഗ്രിമെൻറ്റ്. ഇൻസിപ്പിഡ്, സിപ്പ് എടുക്കുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു സിപ്പാണ്, അകത്തേക്ക് ഒരു സിപ്പ് എടുക്കുക, സിപ്പ് കേട്ടോ. എന്ന് പറഞ്ഞാൽ എന്താ, ടേസ്റ്റ്ലെസ് ആണ്, നമുക്ക് അധികം ടേസ്റ്റ് ഒന്നും കിട്ടില്ല അല്ലേ. പിന്നെ മേഴ്സിനറി എന്ന് പറഞ്ഞാൽ, മേഴ്സി എന്ന് പറഞ്ഞാൽ ദയ, മേഴ്സിനറി എന്ന് പറഞ്ഞാൽ ലവ് ഫോർ മണിയാണ്. മാമത്ത് എന്ന് പറഞ്ഞാൽ ഹ്യൂജ്. അടുത്ത വാക്ക് നോക്കാം, നെറ്റിലാണ്. നെറ്റിൽ എന്ന് പറഞ്ഞാൽ ഇറിറ്റേറ്റ് എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. നെറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താ, ഇറിറ്റേറ്റ് ആണ്. എങ്ങനെ ആലോചിക്കുന്നത്, നെറ്റിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ നെറ്റൊക്കെ വലയൊക്കെ ഇട്ട്, നമുക്ക് നെറ്റ് എന്ന് പറയുമ്പോൾ വല ആലോചിക്കാം കേട്ടോ. ഈ വലയൊക്കെ ഇട്ട് നമുക്ക് മീനിനെ കിട്ടിയെന്ന് ആലോചിക്കാം. അപ്പോൾ മീൻ നെറ്റിനകത്തൊക്കെ ഇരുന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇറിറ്റേറ്റഡ് ആയിരിക്കില്ലേ, ഇറിറ്റേറ്റഡ് എന്നല്ല, മനസ്സിലായോ. അപ്പോൾ ആ ഇറിറ്റേറ്റ് എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക കേട്ടോ. സോ നെറ്റിൽ ഇറ്റ് മീൻസ് ഇറിറ്റേറ്റ്. അടുത്ത വാക്ക് പോണ്ടറാണ്.
പോണ്ടർ എന്ന് പറഞ്ഞാൽ തിങ്ക് ആണ്, നല്ല രീതിയിൽ ആലോചിക്കുന്ന ആ ഒരു മീനിങ് ആണ് പോണ്ടർ. അപ്പം ചില ആൾക്കാർ ഈ ആത്മഹത്യയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോണ്ടിലൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കും, ചാടണോ വേണ്ടയോ എന്നൊക്കെ. അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ പോണ്ടർ എന്ന് പറഞ്ഞാൽ തിങ്ക് ആണ് കേട്ടോ. പോണ്ടർ എന്ന് പറഞ്ഞാൽ തിങ്ക്. നെറ്റിൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നെറ്റിൽ ഇറിറ്റേറ്റ് അല്ല, ഇറിറ്റേറ്റ് ആണ് കേട്ടോ. അടുത്ത വാക്ക് എക്സോർബിറ്റൻറ്റ്, ഇമ്പോർട്ടൻ്റ് ആണ്. എക്സോർബിറ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഹൈ ആണ്, അതായത് ഭീമമായ എന്നൊക്കെ ഒരു മീനിങ് ആണ് എക്സോർബിറ്റൻറ്റ്. അപ്പോൾ നമുക്ക് ആലോചിക്കാൻ വേണ്ടിയിട്ട് ഓർബിറ്റ് എന്നുള്ള വാക്ക് എടുക്കാം അല്ലേ. ഓർബിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്ലാനറ്റ്സുമായിട്ടൊക്കെ ഒന്ന് ആലോചിച്ചൂടെ. പ്ലാനറ്റ്സ് എങ്ങനെയാണ് ഭയങ്കര ഭീമമായിട്ടുള്ള പ്ലാനറ്റ്സ് ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാമല്ലോ. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ മീനിങ് വരുന്നത്. എക്സോർബിറ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഭീമമായ അല്ലെങ്കിൽ ഹൈ എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. അടുത്ത വാക്ക് പാർലസ് അല്ലെങ്കിൽ പെരിലസ്. ഓക്കെ, ഏത് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. പാർലസ് അല്ലെങ്കിൽ പെരിലസിൻ്റെ മീനിങ് ഡേഞ്ചറസ് ആണ്. ഓക്കെ, ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു മീനിങ് ആണ് പാർലസ് അല്ലെങ്കിൽ പെരിലസ്. പെരിലസ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ. ചില ആൾക്കാരുടെ പേരൊക്കെ കേൾക്കുമ്പോൾ, ഇപ്പോൾ കീരിക്കാടൻ ജോസ് എന്നൊക്കെ കേട്ട് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഡേഞ്ചറസ് ആയിട്ടൊക്കെ തോന്നും. അപ്പോൾ അങ്ങനെ നമുക്ക് പേരിനകത്തുണ്ട് അല്ലേ പെരിലസ്. അതേപോലെ തന്നെ പാർലസ് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ പെരിലസ് എന്ന് പറഞ്ഞാൽ പേരിനകത്ത് ഡേഞ്ചർ ഉണ്ട്. അപ്പോൾ പെരിലസും പാർലസും ഡേഞ്ചറസ് ആണ്. അടുത്ത വാക്ക് പാരഡോക്സ് ആണ്. പാരഡോക്സ് എന്ന് പറഞ്ഞാൽ കോൺട്രഡിക്ഷൻ ആണ്. കോൺട്രഡിക്റ്റ് ചെയ്യുക എന്നൊക്കെ ഒരു മീനിങ് ആണ് പാരഡോക്സ്. പലർക്കും അറിയായിരിക്കും പാരഡോക്സിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്, അങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുള്ളതാണ്. ഇനി അറിയില്ലെങ്കിൽ പാരഡോക്സ് എന്ന് പറയുമ്പോൾ പാര ആലോചിക്കുക. നമ്മുടെ പാരകളൊക്കെ ആയിരിക്കും നമുക്ക് കോൺട്രഡിക്ഷൻ ആയിട്ടൊക്കെ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. പാരഡോക്സ് ഇറ്റ് മീൻസ് കോൺട്രഡിക്ഷൻ ആണ്. അടുത്ത വാക്ക് പ്രപ്പോസ്ട്രസ്, അബ്സേർഡ്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. മുമ്പ് നമ്മുടെ PSCയിൽ PYQ ആയിട്ട് ചോദിച്ചിട്ടുള്ളതുമാണ്. അപ്പം അതിൻ്റെ മീനിങ് വരുന്നത് ഫൂളിഷ് എന്ന് പറയും, അല്ലെങ്കിൽ റിഡിക്കുലസ് എന്ന് പറയും. റിഡിക്കുലസ് എന്ന് പറഞ്ഞാലും ഫൂളിഷ് എന്നുള്ളൊരു മീനിങ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷിലെ പ്രപ്പോസിഷൻ അറിഞ്ഞില്ലെങ്കിലും അതാണ് നമ്മുടെ പ്രപ്പോസ്ട്രസ്. അതുപോലെ തന്നെ മാത്സിലെ സേർഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മാത്സിൽ പഠിക്കാനുണ്ട് അല്ലേ. റൂട്ട് 2 റൂട്ട് 3 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇംഗ്ലീഷിലെ പ്രപ്പോസിഷനും മാത്സിലെ സേർഡ്സും അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഫൂളിഷ് ആണെന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ പ്രപ്പോസിഷൻ അല്ല, പ്രപ്പോസ്ട്രസും പിന്നെ അബ്സേർഡ് കേട്ടോ. അബ്സേർഡ് എന്താണ് മീനിങ് വരുന്നത്? ഫൂളിഷ് അല്ലെങ്കിൽ റിഡിക്കുലസ്. അടുത്ത വാക്ക് പാർസിമോണിയസ്. പാർസിമോണിയസ് എന്ന് പറഞ്ഞാൽ തൃഫ്റ്റി അല്ലെങ്കിൽ ഫ്രൂഗൽ എന്നൊക്കെ ഒരു മീനിങ് ആണ്. അതായത് പിശുക്ക് എന്നൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത് പാർസിമോണിയസ്. ആലോചിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാർസിമോണിയസ് എന്ന് പറയുമ്പോൾ പേഴ്സ്. അപ്പോൾ പേഴ്സിൽ മണി ഉണ്ടാവണമെങ്കിൽ, മോണിയസ് എന്ന് പറയുമ്പോൾ നമുക്ക് പേഴ്സിൽ മണി എന്നുള്ള രീതിയിൽ ആലോചിക്കാം കേട്ടോ. പേഴ്സിൽ മണി ഉണ്ടാവണമെങ്കിൽ അത്യാവശ്യം പിശുക്കുള്ള ആൾക്കാരുടെ കയ്യിലൊക്കെ ആയിരിക്കും പേഴ്സിൽ മണി ഉണ്ടാവണം എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. പാർസിമോണിയസ് ഇറ്റ് മീൻസ് തൃഫ്റ്റി അല്ലെങ്കിൽ ഫ്രൂഗൽ ആണ് കേട്ടോ. അടുത്ത വാക്ക് അനിഹിലേറ്റ്. അനിഹിലേറ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രോയ് ചെയ്യുക, നശിപ്പിക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് അനിഹിലേറ്റ്. അതിൽ നമുക്ക് ഓർക്കാൻ തന്നെ അതിനകത്തൊരു വാക്കുണ്ട്, ഇല്ലാതെ ആക്കുക. ILATE, ഇല്ലാതെ എന്ന് ജസ്റ്റ് ഒന്ന് പ്രൊനൗൺസ് ചെയ്യുക. ഓക്കെ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയെങ്കിലും മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള കോഡ്സുകളൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ അത് വേറെ രീതിയിൽ ആരും കാണരുത്. അനിഹിലേറ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രോയ്. അപ്പോൾ അനിഹിലേറ്റിനകത്ത് ലാസ്റ്റ് ILATE എന്ന് പറഞ്ഞാൽ ഇല്ലാതെ എന്നുള്ള രീതിയിൽ നമുക്ക് മലയാളത്തിൽ പറഞ്ഞൂടെ. ഇല്ലാതെ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രോയ് ചെയ്യുക കേട്ടോ. അടുത്ത വാക്ക് പെയിലാണ്. PAIL ആണ്. പെയിൽ എന്ന് പറഞ്ഞാൽ ബക്കറ്റാണ്. ഇതാണ് ബക്കറ്റ്. അപ്പം നമുക്ക് ഇവിടുത്തെ സ്പെല്ലിങ് പെയിലാണെങ്കിൽ നമുക്ക് PALE എന്നുള്ള രീതിയിൽ ആലോചിക്കാം. പെയിൽ ഫേസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? വിളർച്ചയുള്ള എന്നൊക്കെ ഒരു മീനിങ് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് പെയിൽ ആലോചിക്കാം. PAIL ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബക്കറ്റിലൊക്കെ ഈ കിണറ്റിൽ നിന്നൊക്കെ നമ്മൾ ബക്കറ്റ് വെച്ചിട്ട് വെള്ളമൊക്കെ കോരി കഴിയുമ്പോൾ നമ്മുടെ ഫേസൊക്കെ പെയിലായി എന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അത് ഈ പെയിലല്ല കേട്ടോ, PALE ആണ്. പക്ഷേ നമുക്ക് പെയിലിൻ്റെ മീനിങ് അങ്ങനെ ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്ത് പഠിക്കാം. അപ്പോൾ പെയിൽ ഇറ്റ് മീൻസ് ബക്കറ്റ്. പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കിക്കൊണ്ടെങ്കിൽ നെറ്റിൽ ഒരു സാധനം പെട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരിക്കും അല്ലേ. ഇറിറ്റേറ്റ് ആണ്. പോണ്ടർ എന്ന് പറയുമ്പോൾ പോണ്ടിനകത്തേക്ക് ചാടണോ എന്ന് തിങ്ക് ചെയ്യും എന്നാലോചിക്കുക. എക്സോർബിറ്റൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർബിറ്റ് ആലോചിക്കുക. അപ്പോൾ നമ്മുടെ പ്ലാനറ്റ്സ് ഭീമമായിട്ടുള്ള എന്നൊരു മീനിങ് കിട്ടും. പാർലസ് അല്ലെങ്കിൽ പെരിലസ്, പേരിനകത്ത് തന്നെയുണ്ട് അതിൻ്റെ ഡേഞ്ചർ അല്ലേ. അപ്പോൾ ഡേഞ്ചറസ്. പാരഡോക്സ്, പാര വയ്ക്കുന്ന ആരാ? കോൺട്രഡിക്ഷൻ ഒക്കെ പറയുന്ന ആൾക്കാർ. ഓക്കെ, അപ്പോൾ കോൺട്രഡിക്ഷൻ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. പ്രപ്പോസ്ട്രസ്, അബ്സേർഡ്. പ്രപ്പോസിഷൻ അറിയില്ലെങ്കിലും സേർഡ്സ് അറിയില്ലെങ്കിലും ഫൂളിഷ് ആണെന്ന് ആലോചിക്കുക. അപ്പോൾ ഫൂളിഷും റിഡിക്കുലസും ആണ് കേട്ടോ. പ്രപ്പോസ്ട്രസും അബ്സേർഡ് ആണ്. പാർസിമോണിയസ്, പേഴ്സിൽ മണി, പാർസിമോണി. ഓക്കെ, പേഴ്സിൽ മണി ആരുടെ ആയിരിക്കും? ഫ്രൂഗലാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്ന ഗേൾസ് ആണ് സ്റ്റിഞ്ചി എന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ഗേൾസ് ഗാലുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യുക കേട്ടോ. ഫ്രൂഗലാണ്. തൃഫ്റ്റി. അടുത്ത അൻഹിലേറ്റ്, ഇല്ലാതെ. ILATE, ഇല്ലാതെ എന്നുള്ള രീതിയിൽ മലയാളത്തിൽ ആലോചിക്കുക. ഡിസ്ട്രോയ് ചെയ്യുക അല്ലേ. അടുത്ത് പെയിലാണ്. പെയിൽ എന്ന് പറഞ്ഞാൽ ബക്കറ്റാണ്. അപ്പോൾ വെള്ളം കോരി കഴിയുമ്പോൾ നമ്മുടെ ഫേസൊക്കെ പെയിലായി എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യുക. അടുത്ത വാക്ക് നോക്കാം, അഡ്മോണിഷ്. അഡ്മോണിഷ് എന്ന് പറഞ്ഞാൽ എന്താ?
ചൈൽഡാണ്. ചൈൽഡ് എന്ന് പറഞ്ഞാൽ സ്കോൾഡ് അല്ലെങ്കിൽ റിബ്യൂക്ക് എന്നൊക്കെ പറയും കേട്ടോ. വാക്കുകളൊക്കെ ഒന്ന് ഒരുമിച്ച് പഠിച്ചോളൂ. അപ്പോൾ ഞാൻ കണക്ഷൻ പറഞ്ഞുതരാം. അഡ്മോണിഷ് എന്ന് പറയുമ്പോഴല്ലോ നമുക്ക് അതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ആഡ് മോൻ എന്നുള്ള രീതിയിലെടുക്കാം. ഓക്കെ, അപ്പോൾ മോനോട് നമ്മൾ പറയുകയാണ് ആഡ് കാണല്ലേ എന്ന് നമ്മൾ സ്കോൾഡ് ചെയ്തൊന്ന് ആലോചിക്കുക കേട്ടോ. അപ്പോൾ ആഡ് മോൻ എന്ന് പറയുമ്പോൾ അഡ്മോണിഷ് എന്ന് പറഞ്ഞാൽ സ്കോൾഡ് ചെയ്യുക. ആരെയാ? ചൈൽഡിനെയാണെന്ന് ആലോചിക്കുക. ചൈൽഡ്, അങ്ങനെ നമുക്ക് ചൈൽഡ് കിട്ടും അല്ലേ? ചൈൽഡ്, സ്കോൾഡ് എന്നൊക്കെ കിട്ടും. പിന്നെ റിബ്യൂക്ക് എന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ തന്നെ സ്കോൾഡ് അല്ലെങ്കിൽ ചീത്ത പറയുക എന്നൊക്കെ ഒരു മീനിങ് തന്നെയാണ് റിബ്യൂക്ക് എന്ന് പറയുന്നത് കേട്ടോ. അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പം ഒരു സാധനം നമ്മൾ ബുക്ക് ചെയ്തെന്ന് വിചാരിച്ചു കേട്ടോ. ബുക്ക് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ബുക്ക് ചെയ്തെന്ന് വിചാരിക്കുക. റീബുക്ക് എന്നുള്ള രീതിയിൽ ആലോചിക്കുക. അങ്ങനെ വീണ്ടും ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ ചീത്ത പറയും അല്ലേ? അപ്പം അതും നമുക്ക് സ്കോൾഡ് എന്നുള്ള രീതിയിൽ തന്നെ കണക്ട് ചെയ്യാം. അപ്പോൾ ആ വാക്കുകളൊക്കെ പഠിച്ചേക്കുക. അഡ്മോണിഷ് എന്താ? ചൈൽഡിനെയാണ് ആഡ് കാണല്ലേ എന്ന് പറയാം അല്ലേ? ആഡ് മോനോടാണ് പറയുന്നത്. അപ്പോൾ ചൈൽഡാണ്. ചൈൽഡ് എന്ന് ആലോചിക്കുക. സ്കോൾഡ് ആലോചിക്കുക. റിബ്യൂക്ക് ആലോചിക്കുക കേട്ടോ. അടുത്തത് എപ്പിഡമിക് ആണ്. എപ്പിഡമിക് എന്ന് പറഞ്ഞാൽ വൈഡ് സ്പ്രെഡ് ആണ് കേട്ടോ. എപ്പിഡമിക് എന്ന് പറഞ്ഞാൽ എപ്പിഡമിക് ഡിസീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വൈഡ് സ്പ്രെഡ് ഡിസീസസ് ആണ്. ഓക്കെ, അതേസമയം എൻഡമിക് ആണെങ്കിലോ? എൻഡമിക് എന്ന് പറഞ്ഞാൽ ലോക്കലാണ്. ഒരു ലൊക്കാലിറ്റിയിലുള്ള അസുഖത്തെയാണ് നമ്മൾ എൻഡമിക് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ലൊക്കാലിറ്റി എന്നൊക്കെ ഒന്ന് ഓർത്താൽ മതി. എൻഡമിക് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ലൊക്കാലിറ്റിയിലുള്ളത് കേട്ടോ. അപ്പോൾ എൻ്റെ ലൊക്കാലിറ്റി എന്നൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത വാക്ക് വിവേഷ്യസ് ആണ്. വിവേഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവ്ലി ആണ്. ഓക്കെ, ലൈവ്ലി, അതായത് നല്ല ചുറുചുറുക്കുള്ള ഊർജ്ജസ്വലതയോടെ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് ലൈവ്ലി കേട്ടോ. അപ്പോൾ വിവേഷ്യസ്, ഈ വിവയൊക്കെ ഇല്ലേ, ഹോർലിക്സ്, വിവയില്ലേ, വിവയൊക്കെ നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് ഉഷാറാവും അല്ലെങ്കിൽ ചുറുചുറുക്കാവും എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യുക. വിവേഷ്യസ് ഇറ്റ് മീൻസ് എന്താണ്? ലൈവ്ലി ആണ് കേട്ടോ. അടുത്ത വാക്ക് വിൻഡിക്റ്റീവ്. വിൻഡിക്റ്റീവ് എന്ന് പറഞ്ഞാൽ റിവെഞ്ച്ഫുൾ ആണ്, പകയുള്ള. ഓക്കെ, വിൻഡിക്റ്റീവ് എന്ന് പറഞ്ഞാൽ റിവെഞ്ച്ഫുൾ ആണ്. അതേസമയം ശ്രദ്ധിക്കണേ, വിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. വിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റിഫൈ ആണ്. അപ്പോൾ വിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ് എന്നുള്ള രീതിയിൽ ആലോചിക്കുക കേട്ടോ. അഡ്വക്കേറ്റ്, വിൻഡിക്കേറ്റ്. അപ്പം അഡ്വക്കേറ്റ് ജസ്റ്റിഫൈ ചെയ്യാനൊക്കെ നോക്കില്ലേ. പക്ഷേ വിൻഡിക്റ്റീവ് എന്ന് പറഞ്ഞാൽ റിവെഞ്ച്ഫുൾ ആണ്. ഓക്കെ, അപ്പോൾ വിൻഡിക്റ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡിറ്റക്റ്റീവ് അങ്ങനെയൊക്കെ ഒന്ന് വേണമെങ്കിൽ കണക്ട് ചെയ്യാം അല്ലേ? ഡിറ്റക്റ്റീവ് ഒക്കെ ഇങ്ങനെ റിവെഞ്ച്ഫുൾ ആയിട്ടുള്ള സ്റ്റോറീസ് അതൊക്കെ കണ്ടുപിടിക്കാനൊക്കെയല്ലേ ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. വിൻഡിക്റ്റീവ് എന്ന് പറഞ്ഞാൽ റിവെഞ്ച്ഫുൾ ആണ് കേട്ടോ. അടുത്ത വാക്ക് അമെലിയോറേറ്റ്. അമെലിയോറേറ്റ് എന്ന് പറഞ്ഞാൽ ഇംപ്രൂവ് ആണ്. ഓക്കെ, അമെലിയോറേറ്റ് എന്ന് പറഞ്ഞാൽ ഇംപ്രൂവ് ആണ്. പല വാക്കുകളും ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവും. കുഴപ്പമില്ല, നമുക്ക് സെറ്റാക്കാം. വീണ്ടും റിവൈസ് ചെയ്യാം കേട്ടോ. അമെലിയോറേറ്റ് എന്ന് പറഞ്ഞാൽ ഇംപ്രൂവ് അല്ലെങ്കിൽ മെച്ചപ്പെടുത്തുക എന്നൊക്കെ ഒരു മീനിങ് ആണ് അമെലിയോറേറ്റ്. അപ്പോൾ ഓർക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, നമുക്ക് അമൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ ആലോചിക്കാം കേട്ടോ. അമലിനെ ആരോ റേറ്റ് ചെയ്തെന്ന് ആലോചിക്കുക. അമെലിയോറേറ്റ് അല്ല, അപ്പോൾ ആരോ റേറ്റ് ചെയ്തെന്ന് ആലോചിക്കുക. റേറ്റ് ചെയ്തിട്ട് നല്ലതായിട്ട് ഇമ്പ്രൂവ് ചെയ്തു എന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്യുക അല്ലേ? നന്നായിട്ട് മെച്ചപ്പെട്ടു എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക. അമെലിയോറേറ്റ്, അമലിനെ റേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി അമൽ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, മെച്ചപ്പെട്ടു എന്നുള്ള രീതിയിൽ ഒന്ന് ഓർക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് വേഗം മനസ്സിലേക്ക് വേണമെന്ന് അഡ്മോണിഷ് എന്ന് പറഞ്ഞാൽ എന്താ? ആഡ് കാണല്ലേന്ന് മോനോട് സ്കോൾഡ് ചെയ്തു അല്ലേ? അല്ലെങ്കിൽ ചൈൽഡ് എന്നുള്ള രീതിയിൽ ആലോചിക്കുക. ചൈൽഡ് കിട്ടി, റിബ്യൂക്ക് കിട്ടി. എപ്പിഡമിക്, വൈഡ് സ്പ്രെഡ്, വിവേഷ്യസ്, കഴിച്ചു കഴിഞ്ഞാൽ നല്ല ചുറുചുറുക്കാവും അല്ലേ? ലൈവ്ലി. പിന്നെ വിൻഡിക്റ്റീവ് എന്ന് പറഞ്ഞാൽ റിവെഞ്ച്ഫുൾ ആണ്. അമെലിയോറേറ്റ്, അമലിനെ റേറ്റ് ചെയ്തു, നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയി അല്ലേ? അപ്പോൾ ഇമ്പ്രൂവ് കിട്ടി. പ്രാഗ്മാറ്റിക് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ, ഒരേപോലെ തന്നെ അല്ലേ? പ്രാഗ്മാറ്റിക്, വെച്ചിട്ട് തന്നെ പ്രാക്ടിക്കൽ. അടുത്ത ബാരൻ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ബാരൻ എന്ന് പറഞ്ഞാൽ അൺപ്രൊഡക്റ്റീവാണ്, ഒന്നും വളരാത്ത അൺപ്രൊഡക്റ്റീവായിട്ടുള്ള മണ്ണെന്നൊക്കെ നമ്മൾ പറയില്ല, അതാണ് ബാരൻ. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഭാരമായി എന്നുള്ള രീതിയിൽ ആലോചിക്കുക. അതിലൊന്നും വളരണില്ല എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അടുത്ത വാക്ക് നോക്കാം, ബാർബറിക് ആണ്. ബാർബറിക് എന്ന് പറഞ്ഞാൽ സിവിലൈസ്ഡ് അല്ലാത്ത എന്നൊക്കെ ഒരു മീനിങ് ആണ് ബാർബറിക്. നമുക്ക് കണക്ഷന് വേണ്ടിയിട്ട് ഈ ബാർബർ ഷോപ്പിലൊക്കെ പോയി മുടിയൊക്കെ വെട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ താടിയൊക്കെ വെട്ടിയില്ലെങ്കിൽ അൺസിവിലൈസ്ഡ് ലുക്കാവും എന്നുള്ള രീതിയിൽ വെറുതെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ഇപ്പോഴത്തെ യൂത്തിനൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനെ മുടിയും താടിയൊക്കെ വളർത്തി, അങ്ങനെ കേട്ടോ. അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തേക്കുക. നമ്മൾ ജസ്റ്റ് കണക്ഷൻ വേണ്ടി പറയുന്നതാണ്. അടുത്ത വാക്ക് എഫിജി എന്ന് പറഞ്ഞാൽ ഡമ്മിയാണ് കേട്ടോ. ഒരു പ്രതിമ എന്നുള്ളൊരു രീതിയിലാണ് കേട്ടോ എഫിജി എന്ന് പറഞ്ഞാൽ ഡമ്മി. അപ്പം നമുക്ക് എഫും ജിയും ആലോചിക്കാം. എഫിജി എന്ന് പറഞ്ഞാൽ എഫും ജിയും. അപ്പോൾ എഫിൻ്റെയും ജിയുടെയൊക്കെ ഓരോ ലെറ്റേഴ്സിൻ്റെയൊക്കെ ഇങ്ങനെ പ്രതിമകളൊക്കെ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ ഡമ്മി പോലെയൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. എഫിജി എന്ന് പറഞ്ഞാൽ ഡമ്മിയാണ്. അടുത്ത വാക്ക് എബേറ്റ് ആണ്. എബേറ്റ് എന്ന് പറഞ്ഞാൽ ഡിക്രീസ്, ചെറുതാവുക, കുറയുക എന്നൊക്കെ ഒരു മീനിങ് ആണ് എബേറ്റിനകത്തെ എക്ക് പകരം, അതായത് എ ബൈറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാം. ഒരു ബൈറ്റ്, ഇപ്പം നമ്മളൊരു ചോക്ലേറ്റ് എടുത്തിട്ട് ഒരു ബൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് കുറയും അല്ല, ചോക്ലേറ്റ് കുറയും. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് എബേറ്റ് എന്ന് പറയുമ്പോൾ എബൈറ്റ് ആലോചിക്കുക, ഡിക്രീസ് എന്നുള്ളൊരു മീനിങ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള വാക്കുകളൊന്നും കൂടെ പറയാം. അഡ്മോണിഷ് എന്ന് പറഞ്ഞാൽ സ്കോൾഡ്, ചൈൽഡ്, റിബ്യൂക്ക്. എപ്പിഡമിക്, വൈഡ് സ്പ്രെഡ്. വിവേഷ്യസ്, ലൈവ്ലി
അല്ലേ. വിൻഡിക്റ്റീവ്, റിവെഞ്ച്ഫുൾ. എമലിയോറേറ്റ്, എമലിനെ റേറ്റ് ചെയ്തു, ഇമ്പ്രൂവ് ആയെന്ന് മനസ്സിലായി അല്ലേ, ഇമ്പ്രൂവ് ആണ്. പ്രാഗ്മാറ്റിക്, പ്രാ വെച്ചിട്ട് തന്നെ പ്രാക്ടിക്കൽ. ബാരൺ എന്ന് പറയുമ്പോൾ ഭാരമായി, അൺപ്രൊഡക്റ്റീവ് ആണ്. ബാർബറിക് എന്ന് പറയുമ്പോൾ അൺസിവിലൈസ്ഡ് ആണ്. എഫിജി എന്ന് പറഞ്ഞാൽ ഡമ്മി അല്ലേ, എഫും ജിയുടെയൊക്കെ ഡമ്മി. എബൈറ്റ് എന്ന് പറഞ്ഞാൽ എബൈറ്റ്, അപ്പോൾ ഡിക്രീസ് ആയി എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഈ സെഷൻസ് യൂസ്ഫുൾ ആയി തന്നെ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളിന്നൊരു 50 സിനോണിംസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്കായിട്ടുള്ള ചോദ്യമാണ് ഗ്രൊട്ടസ്ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല. കാരണം ഒരുപാട് ബുക്സും കാര്യങ്ങളൊക്കെ റെഫർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങൾക്കത് ഡൈജസ്റ്റ് ആവുന്ന രീതിയിലുള്ള കോഡ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ക്ലാസ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ സപ്പോർട്ട്.